ഞാൻ ചെറിയ ആളാണെങ്കിലും ഞാൻ വലിയ വാക്കുകളാണ് പറയാ. ഞാനൊരു കയ്യും കാലും ഇല്ലാത്ത ഒരാളാണെന്നുള്ള യാതൊരു ബോധം എനിക്കില്ല. ഞാൻ വളരെ നോക്കട്ടെ. അപ്പോൾ ഹായ് മുത്തുമണികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ, അടുത്തല്ലോ അല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ ജംഷീർ കൈനിക്കര നോവിൻ്റെ പാട്ടുകാരൻ, അവരെ കുറിച്ചിട്ട് അവരെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കുറേ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ അതിൻ്റെ പാർട്ട് 2 അത്യാവശ്യം പോയിട്ടുണ്ട്. പാർട്ട് 1 അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും നല്ല നല്ല സോങ്ങും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ആദ്യം ഇന്ന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻറ്റ് ചെയ്യുക. റിസ്ക് എടുത്തിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തത് തന്നെയാണ്, പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെയുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരണമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയാം, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടല്ലോ പണിയെടുത്ത് ജീവിക്കുക, ഒരുപാട് പണിയെടുത്താണ്, 1000 ചില വീഡിയോസ് പണിയെടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്താ വെച്ചാൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടു നോക്കി. പിറന്ന നാൾ മുതൽ ഞാൻ പിടയുന്നു നോവാലേ, അഴലറിയാൻ നീയൊഴികെ ആരുണ്ട് ജല്ല ജലാലേ, എനിക്കാരുണ്ട് ജല്ല ജലാലേ. പിറന്ന നാൾ മുതൽ ഞാൻ പിടയുന്നു നോവാലേ, അഴലറിയാൻ നീയൊഴികെ ആരുണ്ട് ജല്ല ജലാലേ, എനിക്കാരുണ്ട് ജല്ല ജലാലേ. ഞാനൊരു വില്ലനാദ്യം പറയുകയാണെങ്കിൽ ചിലർക്കൊക്കെ ഞാൻ ചെറിയ ആളാണെങ്കിലും ഞാൻ വലിയ വാക്കുകളാണ് പറയാ. ചിലവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ചിലവർക്ക് നല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും, അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഞാനൊരു കയ്യും കാലും ഇല്ലാത്ത ഒരാളാണെന്നുള്ള യാതൊരു ബോധം എനിക്കില്ല, ചെറുപ്പം മുതലില്ല. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഈ മേഖല വന്നതിൻ്റെ ശേഷം ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്കൊന്നുമില്ലെങ്കിലും നമ്മളെപ്പോഴും ജംഷീർ ഒരു പാവാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും അവന് കുഴപ്പമില്ല ഇഷ്ടമല്ല, അവന് കുഴപ്പമില്ല കേട്ടോ, അവനാള് എന്നെ കുറ്റം പറയുന്നത് ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇസ്ലാമിൽ തന്നെ അല്ലേ നമ്മളുടെ പാപങ്ങളൊക്കെ മറ്റുള്ളൊരു കുറ്റം പറയുമ്പോഴൊക്കെ ഒഴിഞ്ഞു പോകുക. പിന്നെ സംഗതിയിൽ ഒരുപാട് ആളുകൾക്ക് ഞാൻ കാരണം വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മുടെ പക്വതക്കുറവിൻ്റെ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ എന്നെക്കുറിച്ച് വലിയ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരാളോട് ഒന്ന് നന്നായിട്ട് കെടുത്ത് ചൂടായാലും അത് എനിക്ക് അയാളുടെ അത് അപ്പത്തെ സമയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അയാളോട് ഞാൻ എന്താ വെച്ചാൽ എപ്പോഴും ഏതൊരാളെ ഞാൻ കണ്ടാലും അയാൾ എന്നോട് പുഞ്ചിരിക്കണം. കാരണം പുഞ്ചിരി ഒരു ധർമ്മമല്ലേ. അപ്പോൾ അതൊക്കെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. ഏറ്റവും വലിയ ശത്രുക്കളായാലും എൻ്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞാൽ ഞാൻ സന്തോഷപൂർവ്വം അടക്കും അവരെന്നെ. കാരണം തീർച്ചയായിട്ടും, കാരണം നമ്മളൊക്കെ ഓരോ ദിവസം ചെല്ലുന്നവരും ഞാൻ ഒരു പാട്ടിലെ ഒരു പറഞ്ഞിട്ടില്ലേ, ഇത് പാടിത്തരാം. മറ്റേ നമ്മളെ കുഞ്ഞുമുസ്തഖാൻ്റെ ഒരു പാട്ടിൽ കോഴിക്കോട് അബൂബക്കർ സംഗീതം ചെയ്തൊരു വരികളിലുണ്ട്. അതായത് എല്ലാ വേദിയിലും ഞാൻ ആ പാട്ട് പാടുന്നുണ്ട്. മൊത്തത്തിലായുസ്സൊരൽപ്പം മനുഷ്യന് നിത്യമുറക്കത്തിൽ പാതി കഴിയുന്നു, ബാക്കി പകുതിയിൽ എന്തെല്ലാം ചെയ്യണം, ഹക്കീമൊരുവൻ എന്നെ തുണയ്ക്കണം. നമുക്കിനി കുറച്ച് സമയമുള്ളൂ, കാരണം 34 വർഷമായി. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 4 എനിക്ക് 34 വയസ്സ് തികഞ്ഞു. അപ്പോൾ ഇത്രയും ഞാൻ ജീവിച്ചു. അതിനുള്ളിൽ എൻ്റെ നാട്ടുകാരല്ല എൻ്റെ കൂട്ടുകാരെ ഞാൻ എന്തിനു ഉറപ്പിക്കണം? എപ്പോഴും എന്നോട് എത്ര ശത്രുത ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അവരോട് എനിക്കൊരു ശത്രുത ഇല്ല. തീർച്ചയായിട്ടും അത്രയും. പിന്നെ ഞാൻ കൂടുതലും വിമർശനങ്ങൾക്ക് പൊതുവെ
എൻ്റെ സമയം വേസ്റ്റ് ആക്കരുത്. എങ്ങനെ വിമർശനങ്ങൾ കേട്ട് കേട്ട് ഹീറോ ആയിപ്പോ ആ സത്യം പറയാം. അല്ല, എൻ്റെ വിജയം അതാണ്, ജനങ്ങളുടെ വിമർശനം. ഇപ്പോൾ ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ ചില രണ്ട് തരമാണ്. കാരണം ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട്. ഒരു വശത്ത് എന്നെ കൂടുതൽ സ്നേഹിക്കും, ഒരു വശത്ത് ഒരു അവനോ അന്ന് നിങ്ങൾക്ക് അറിയട്ടെ അവനൊന്ന് വിളിക്കരുത് അങ്ങനെ പറയുന്ന കുറച്ച്. പക്ഷെ എൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് എന്നോട് എംഷിക്ക് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്ന അവൻ തന്നെ അപ്പുറത്ത് പോയിട്ട് പറയും മോശമാണ്, ആൾ വളരെ മോശമാണെന്ന് പറയുന്നത് എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരോടൊന്നും എനിക്കൊരു വിഷമമില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യത്തിന് രണ്ട് വശമുണ്ട്. നമ്മൾ രണ്ട് വശം ചിന്തിക്കാതെ നമ്മൾ സത്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കായിരിക്കും എപ്പോഴും നല്ലത്, അല്ലേ? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടമില്ല, കണ്ടത് പറയാം തീർച്ചയായിട്ടും. പിന്നെ എന്നെ സങ്കടമില്ല എന്ന് പറയാനുള്ള കാരണം എൻ്റെ ഉമ്മ പ്രസവിച്ച് 15ാമത്തെ ദിവസം മുതൽ എല്ല് പൊട്ടുന്ന അസുഖമാണ്. ഞാനൊരു 10-18 വർഷം വരെ ഒരു കട്ടിൻ്റെ മുകളിലിരുന്ന്. ഈ പറയുന്ന ആളുകൾ എവിടെയായിരുന്നു? എൻ്റെ ചോദ്യം, എവിടെ ആയിരുന്നു? അവർക്ക് എന്നെ കുറ്റം പറയാനുണ്ടായിരുന്നില്ലല്ലോ, എന്നെ കാണാൻ വരാനുള്ളതുണ്ടായിരുന്നില്ലല്ലോ. എന്നെ 4 ആളടിയിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോഴല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് മൂച്ചിമ്മലും ഒരു മാവ് പൂവിട്ടാൽ അത് എറിയാനാളുണ്ടാവും. അത് ഞാൻ എൻ്റെ ഒരു പാട്ടിൽ പാപ്പക്ക എഴുതിയൊരു പാട്ടുണ്ട്. എന്താണ്, ഒരു പാറുവാൻ വിധിയേകിയില്ല ജീവിതം. അതായത് വാക്കിനാലെ എറിഞ്ഞതാരോ കല്ലുകൾ, വഴികളിൽ കൊണ്ടിട്ടതാരോ മുള്ളുകൾ, പാറുവാൻ വിധിയേകിയില്ല സമ്മതം, പുഴുകണക്കെ ഇഴഞ്ഞു തീരും ജീവിതം. അല്ലേ? അതല്ലേ സത്യം. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം ശരിക്കും ഞാൻ എൻ്റെ ഉൾക്കാഴ്ചയിൽ അറിയുന്ന ഇതാണ്. കാരണം മനുഷ്യനാണ് നമ്മൾ. ഓരോ ദിവസം ചെല്ലുന്നതോറും അർഹതയില്ലാത്തവർക്ക് അതാണ് ശിക്ഷിക്കാൻ അർഹതയില്ല, ഒരിക്കലും ഇല്ല. എവിടെ അല്ലേ? പിന്നെ നമ്മൾ ഉയരുമ്പോഴാണല്ലോ എല്ലാവർക്കും വിമർശനങ്ങളും. ഞാനും ഉയർന്നെന്ന് ഒരിക്കലും പറയുന്നില്ല, ഞാനിപ്പോഴും സാധാരണ ഒരു മനുഷ്യൻ. രണ്ട് കാലും രണ്ട് കൈയും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും എത്രയോ മനുഷ്യർ ഒന്നും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ വിമർശനങ്ങളെ ബാക്കിയുള്ളൂ, അവർക്ക് അത് ചെയ്യാനേ അവർക്ക് അറിയുള്ളൂ. അതാണ് അവർ താല്പര്യം. പൊതുവേ ന്യൂനതകൾ പറഞ്ഞു ചിരിക്കാനാണ് എല്ലാവരും ഉണ്ടാവുക. നമ്മൾ ചെയ്ത നന്മകളെ കുറിച്ച് ആരെങ്കിലും പറയാം. ഇപ്പോൾ നിങ്ങളൊരു 500 രൂപ എടുത്തിട്ട് നിങ്ങളൊരു പാവപ്പെട്ടവന് കൊണ്ടുകൊടുത്ത് നോക്കി, ഒരാളും നിങ്ങളെ കുറിച്ചല്ല പറയണ്ടാവില്ല. അതിനകത്ത് നിങ്ങളൊരു വേറൊരു അനാശാസ്യ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നോക്ക്. ജസ്റ്റ് ചെയ്യണ്ട, അതെങ്ങനെയെങ്കിലും ഒരു ഇത് വന്നാൽ മതി. കാരണം ഒരു വിമർശനം വന്നാൽ മതി. അതായിരിക്കും നമ്മളെ ഉൾക്കാഴ്ചയിൽ കാണുന്ന ആളുടെ കണ്ണിൽ അതായിരിക്കും ഏറ്റവും ടേണിങ് പോയിന്റായി നിൽക്കുക, അല്ലേ? മലക്കൊടിയേ ഞാനന്ന് പുഴയരികിൽ പോയന്ന് വളർന്നു വരും മുൻചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടേ. മലർക്കൊടിയേ ഞാനന്ന് പുഴയരികിൽ പോയന്ന് വളർന്നു വരും മുൻചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടേ.